എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് A3 ന്യൂ മോഡൽ പ്രിന്ററായ എപ്സൺ L15160 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായി അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാൾ റിക്വസ്റ്റ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ എപ്സൻ്റെ ടോൾ ഫ്രീ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമ്മൾ ഇൻസ്റ്റാളേഷൻ റിക്വസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഞ്ചിനീയർ വന്നുകാണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വാറണ്ടി സപ്പോർട്ട് കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിൻ്ററിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സിൻ്റെ മുകളിൽ കൊടുത്ത് കാണാൻ കഴിയും. 008 സീരീസാണ് ഇങ്ക് വരുന്നത്. ആ സീരീസ് മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്സൻ്റെ മറ്റ് വില കുറഞ്ഞ ഇങ്കുകളെല്ലാം ഉണ്ട്. ആ സീരീസ് ഇങ്കുകളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പിഗ്മെൻറ്റ് ഇങ്കാണ് ഇതിന് വരുന്നത്. അതായത് ഫെയ്ഡായി പോവാത്ത ഇങ്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഇങ്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ. ഇവിടെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പ്ലീസ് റീഡ് ദ ഫോളോ യൂസർ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ യൂസർ മാനുവൽ റീഡ് ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം പ്രിൻ്റർ കാണാൻ സാധിക്കും. നമ്മൾ ഈ സൈഡിൽ നമ്മളെ പ്രിൻ്ററിൻ്റെ ഈ പവർ കേബിൾ, ഇങ്ക് ബോട്ടിൽസ്, അതേപോലെ USB കേബിളെല്ലാം വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ, കണ്ടില്ലേ? പിന്നെ ചെറിയൊരു ഫാക്സ് കേബിളും വരുന്നുണ്ട്. അങ്ങനെ 3 കേബിളാണ് വരുന്നത്. USB കേബിൾ, പവർ കേബിൾ, പിന്നെ ചെറിയൊരു ഫാക്സ് കേബിൾ. പിന്നെ ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ, അതേപോലെ ഡ്രൈവർ CD എല്ലാം ഉള്ളൊരു മൊഡ്യൂളാണിത്. അപ്പോൾ അതും നമ്മൾ മാറ്റി വെക്കുന്നു. ഒന്ന് യൂസർ മാനുവൽ റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി തെർമോകോപ്പീസുകൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഒരു ഹെൽപ്പിന് ഒരാളുമ്പാടെ വിളിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കവറടക്കം നമുക്ക് ഈ പ്രിൻ്റർ ബോക്സിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഞാൻ പ്രിൻ്റർ ബോക്സിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ചെറിയൊരു കവർ കാണാൻ കഴിയും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ പ്രിൻ്ററിന് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കവർ ആൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പൊടിപടലങ്ങളുള്ള ഏരിയകളാണെങ്കിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആ പൊടിപടലങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കവറാണത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 2 കവർ ഇട്ടോ. ഒന്ന് പ്രിൻ്ററിൽ ഈ കവറും വരുന്നുണ്ട്, പിന്നെ ആ ബോക്സിൽ അങ്ങനെ 2 കവറാണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ്, ഈ കവറിൽ നിന്ന് നമുക്ക് പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ കവറിൽ നിന്ന് നമ്മൾ പ്രിൻ്റർ പുറത്തോട്ട് വെച്ചു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ കുറേ നീല സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ? ബ്ലൂ സ്റ്റിക്കർ കുറേ കണ്ടു. അതെല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ പവർ ഓൺ ചെയ്യാൻ പാടില്ല. അതിന് ഇനിയും സമയമുണ്ട്. അതിന് മുമ്പ് 2-3 വേറെ സ്റ്റെപ്പുകളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തെടുത്താണ് വേഗം പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ 1 by 1 ആയിട്ട് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്യണം. ഈ ട്രേ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രേ ഡാമേജ് വരും. ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. അപ്പോൾ ആ റിസ്ക് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞത്, നമ്മൾ എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എഞ്ചിനീയർ വന്നുകൊണ്ട് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് എന്നുള്ളത് പറയാൻ കാരണം അതാണ്. ആ ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അത് അവർ ഫ്രീ ആയിട്ടാണ് ചെയ്തു തരിക. ഓക്കെ, ഇനി സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ 45 ആംഗിൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവിടെ ഉണ്ടാവും നമ്മൾ ഈ ഹെഡിൻ്റെ പോർഷൻ, കാരേജ് വരുന്ന ഈ പോർഷനിലെല്ലാം ഈ സ്റ്റിക്കറുണ്ട്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ നീല ലോക്ക് കണ്ടില്ലേ? ഇൻ കേസ് നിങ്ങൾ ട്രാൻസ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ നീല ലോക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ നീല ലോക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയുള്ള സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്യണം. നമ്മൾ മെയിൻ്റനൻസ് ബോക്സാണ് ഈ മുകളിൽ കിടക്കുന്നത്. നമുക്ക് തന്നെ സെൽഫായിട്ട് മെയിൻ്റനൻസ് ബോക്സ് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻ്റനൻസ് ബോക്സ് ഒരിക്കലും വാറണ്ടി കവറേജിൽ വരുന്ന കാര്യമല്ല. അത് പെയ്ഡ് സർവീസായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റർ ഉപയോഗിക്കുന്ന ഇടയിൽ ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളത് മാറ്റിയിരിക്കണം. എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒറിജിനൽ സാധനം സ്പെയർ വാങ്ങിയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കാസറ്റ് ട്രേ ആണ് വരുന്നത്. ഫസ്റ്റ് കാസറ്റ് ട്രേയിലെ സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്തു. സെക്കൻഡ് കാസറ്റ് ട്രേയിലുള്ള ഈ ഡോറിൻ്റെ സ്റ്റിക്കറും ഞാൻ റിമൂവ് ചെയ്യാനിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്.
ഇനി ടാങ്കിൻ്റെ ഇവിടെ ഈ കാണുന്ന ഈ സ്റ്റിക്കർ അത് ജസ്റ്റ് ഈ ടാങ്കിൻ്റെ ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന പരിപാടി ഏകദേശം നമ്മളതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സ്കാനറിൻ്റെ മുകളിലും കണ്ടില്ലേ അത് ഞാൻ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല, നമുക്ക് അത് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മോഡൽ പ്രിൻ്ററിന് സാധാരണ എപ്സൻ്റെ പ്രിൻ്ററിന് അപേക്ഷയുള്ള വ്യത്യാസമുള്ളൊരു ചെറിയൊരു ഇങ്കാണ് വരുന്നത്. 008 സീരീസ് ഇങ്കാണ് ഇതിന് വരുന്നത്. ആ ഇങ്ക് മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിയുന്നത് ഓൺലൈനിൽ നിന്നും ഇങ്കൊന്നും വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഓൺലൈനിൽ വരുന്നത് 99% പല കസ്റ്റമർക്കും നോൺ ജെന്യൂൻ ഇങ്കാണ് വരുന്നത് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ 4 കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ അവിടെ ബ്ലാക്ക് എന്ന് എഴുതിയൊരു ചെറിയൊരു കളർ സ്റ്റിക്കർ കാണാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബോട്ടിൽ എടുത്തിട്ട് അത് ഇതേപോലെ ജസ്റ്റ് കണ്ടില്ലേ ഈ ലോക്കിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ആയിക്കോളും. നമ്മൾ ടാങ്കിൻ്റെ ഈ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും ഇങ്ക് ഫില്ലാവുന്നതിനനുസരിച്ച്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ക് ലെവൽ ഇതേപോലെ ഈ ഫ്രണ്ടിൽ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യൽ. ഒരിക്കലും പ്രിൻ്റർ ഇങ്ങോട്ട് പറയില്ല ഇങ്ക് ലെവലാണ് ലോ ലെവലാണ് എന്നുള്ളത്. നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ നോക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. എം എന്നാണ് ടാങ്കിന്മേൽ കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ ബോട്ടിൽമേലും M എന്ന് കൊടുത്തിട്ടുണ്ടാവും, കണ്ടില്ലേ. അപ്പം M4 മജന്ത എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മജന്തൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ അതേപോലെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത പോലെ അതിൻ്റേതായ ഹോളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ല് ആവുന്നത് നമുക്ക് ടാങ്കിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, താഴെ നിന്ന് ഇങ്ങനെ കളറ് മാറി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അതേപോലെയാണ് ഫില്ല് ചെയ്യൽ. അപ്പോൾ ഏകദേശം നമ്മൾ മജന്ത ഫില്ലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ്. ഈ മോഡൽ പ്രിൻ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ ഇപ്പോൾ സപ്പോസ് യെല്ലോ ബോട്ടിൽ എടുത്തുകൊണ്ട് അറിയാതെ ബ്ലാക്കിലോ മജന്തയിലോ സിയാനിലോ കൊണ്ടുപോയാണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. ഓരോരോ കളറിനും അതിൻ്റേതായ ബോട്ടിൽമേൽ അതിൻ്റേതായ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ലോക്കിൽ മാത്രമേ ടാങ്കിലുള്ള ആ ലോക്കിൽ മാത്രമേ അത് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അത് ഈ ഒരു മോഡൽ പ്രിൻ്ററിന് അഡ്വാൻറ്റേജാണ്. നിങ്ങൾക്കുള്ള റിസ്ക് കുറച്ച് നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. കാരണം ഇതിന് മുമ്പത്തെ മോഡലിലെല്ലാം ഇതേ പല കസ്റ്റമർ അറിയാതെ ഇങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വയ്ക്കുന്ന പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ മോഡൽ പ്രിൻ്ററിൽ സാധിക്കില്ല. ഓരോരോ കളറിനും അതിൻ്റേതായ ടാങ്കിൽ അതിൻ്റേതായ ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ടാങ്കിന് ഏതാണോ വേണ്ടത് ആ ബോട്ടിൽ മാത്രമേ അതിൽ ഇൻസേർട്ട് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ യെല്ലോ ഇങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം യെല്ലോ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇങ്ക് സിയാനാണ് വരുന്നത്. ടാങ്കിലേക്ക് സിയാൻ നമ്മൾ നേരത്തെ മറ്റ് ഫില്ല് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ സിയാനും ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഫില്ലാവാനാവുന്നുണ്ട്. അപ്പോൾ ഇങ്ക് ഫില്ലിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മളിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒക്കെ കണ്ടില്ലേ, 4 ടാങ്കും നമ്മൾ ഫുൾ ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. കമ്പനി പറയുന്ന മൈലേജ് ഒരിക്കലും ഫസ്റ്റ് ഇങ്ക് റീഫിൽ ചെയ്യുമ്പോൾ കിട്ടില്ല. സെക്കൻഡ് റീഫില്ലിംഗ് മുതലാണ് കമ്പനി പറയുന്ന മൈലേജ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് പ്രിൻ്ററിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും USB കേബിൾ ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ടില്ല. അപ്പോൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുകയാണ്. കുറച്ച് നേരത്തെ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു ലോഡിങ് കണ്ടില്ലേ. എന്നിട്ട് ഡിസ്പ്ലേയിൽ ചെറിയൊരു കമാൻഡ് വരും. നമ്മളെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. ഞാനവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. പിന്നെ കൺട്രി റീജിയൻ സെലക്ട് ചെയ്യാനാണ്. ഞാനിപ്പോൾ എൻ്റേത് ഇന്ത്യയാണ്. നിങ്ങളത് ഏതാണോ എന്നുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഡേ ലൈറ്റ് സേവിങ് അത് ഓഫ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഫോർമാറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് മന്ത് ഇയർ അങ്ങനെ വരുന്ന രീതിയിലുള്ള ഫോർമാറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. പിന്നെ ടൈം ഫോർമാറ്റ് ഞാൻ 12 hours കൊടുത്തിട്ടുള്ളത്. നമ്മൾ കറണ്ട് ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് AM PM ഏതാ വേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ടൈം സെറ്റ് ചെയ്താണ്ട് അവിടെ അല്ല, ലെഫ്റ്റ് സൈഡിൽ PM എന്നുണ്ടല്ലേ, അത് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് കൊടുത്തു. ചെറിയൊരു ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതേപോലെ ഡിസ്പ്ലേ കഴിഞ്ഞൊരു കമാൻഡ് ചോദിക്കും. ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ കമാൻഡ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഈ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതുണ്ടല്ലേ, അങ്ങനെ ഒരു മെസ്സേജ് വരും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ളത് താഴെ സെലക്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു കമാൻഡ് വരും. ഇവിടെ നമ്മൾ 5 സെക്കൻഡ് ആ ഓക്കെ എന്നുള്ള അവിടെ ഭാഗം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോരോ കളറും ഫില്ല് ചെയ്തോ എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. ഒക്കെ നമ്മൾ പ്രൊസീഡ് എന്നുള്ളത് ടച്ച് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ഇതേപോലെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്ററിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ടാങ്കിൽ നിന്നും ട്യൂബ് വഴി ഹെഡിലേക്കുള്ള ഇങ്കിൻ്റെ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 മിനിറ്റ് സമയം ഉണ്ടാവും. ഒരിക്കലും ഈ സമയത്ത് നമ്മൾ പ്രിൻ്റർ ഓഫ് ചെയ്യാനോ കറണ്ട് പോയിക്കാണ്ട് ഓട്ടോമാറ്റിക് പ്രിൻ്റർ ഓഫ് ആവാനോ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം 9 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഇതേപോലെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ്, ഇനീഷ്യലൈസേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരും. ഇനി നമുക്ക് ഓക്കെ, അത് ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫാക്സ് സെറ്റിങ്സ് സെറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് വേണ്ട. ഫാക്സ് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നോർമലി പ്രിൻ്റർ ഉപയോഗിക്കുമ്പോൾ ഇനി ഇതേപോലെ ആയിരിക്കും പ്രിൻ്റർ ഓൺ ചെയ്ത ഡിസ്പ്ലേയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് 2 കാസറ്റ് ട്രേ ആണ് വരുന്നത്. ഈ ഫസ്റ്റ് കാസറ്റ് ട്രേയിൽ നമുക്ക് A4 പേപ്പർ ഉപയോഗിക്കാം. അതുപോലെ സെക്കൻഡിൽ നമുക്ക് A3 ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് ആക്സസിബിൾ ചെയ്യാനും പെട്ടെന്ന് കാണാൻ ഒരു വൃത്തിയുള്ളതൊക്കെ ഫസ്റ്റ് കാസറ്റിൽ നമ്മൾ A4 വെക്കുമ്പോഴും സെക്കൻഡ് കാസറ്റിൽ നമ്മൾ A3 വെക്കുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ഏതെങ്കിലും കാസറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കമാൻഡ് വരും. അപ്പോൾ അവിടെ നമ്മൾ പേപ്പർ സൈസും പേപ്പർ ടൈപ്പും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ സ്കാനിങ്ങിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് താഴെ കാണുന്ന സ്കാനിങ് സാധാ സ്കാനർ ഗ്ലാസും പിന്നെ മുകളിലുള്ള ADF ആണ് വരുന്നത്. ഞാനിപ്പോൾ ടെസ്റ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമോ ഒരു ഡോക്യുമെൻ്റ് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്തു. അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. എന്നിട്ട് അവിടെ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നിട്ട് ഇപ്പോൾ പ്രിൻറ്റിങ് നടക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, ചെറിയൊരു എറർ ഉണ്ട്, സോറി. പേപ്പർ സോഴ്സിൻ്റെ ട്രേ സെലക്ട് ചെയ്തത് മാറിപ്പോയതാണ്, സോറി. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. നമ്മുടെ ഫോട്ടോ കോപ്പി വരുന്നുണ്ട്. കൂടെ ട്രേ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരുന്നത് കാണാം. അത് നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.